ഞാൻ ഇനീഷ്യലി കാനഡയിൽ കെയർ ഗീവറായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം ആ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി 90 വയസ്സായതാണ്. ലീഗലി ബ്ലൈൻഡ് ആയിരുന്നു. അപ്പം ഫുൾ ഓൺ അസിസ്റ്റൻസ് വേണം എല്ലാത്തിനും. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ട്രേഡ് എന്ന് പറയുന്നത് പുള്ളിക്കാരി എന്ത് കഴിച്ചാലും ആസ്വദിച്ച് കഴിക്കും. ഈ കഴിക്കുന്നൊക്കെ രീതിയും സ്റ്റൈലൊക്കെ കാണും. അതും ഭയങ്കര സ്റ്റാൻഡേർഡ് ഒരു ഒരു സ്ത്രീ കഴിക്കുന്ന പോലെ, ക്ലാസ്സായിട്ടുള്ളൊരു സ്ത്രീ കഴിക്കുന്ന പോലെ കേൾക്കണം. പുള്ളിക്കാരി ലീഗലി ബ്ലൈൻഡാണേ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. ഒരു കാപ്പി കുടിക്കാനും ചായ കുടിക്കാനും ഇത്ര സമയമോ, 10-30 മിനിറ്റ് എടുക്കുന്നത്. അങ്ങനെ എനിക്കൊന്നും പറയാനും പറ്റില്ല. പുള്ളിക്കാരിയല്ലേ എന്നെ കെയർ ഗീവറായിട്ട് വെച്ചേക്കുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി ആസ്വദിച്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു എസൻസ്. അങ്ങനെ ഇരിക്കെ എൻ്റെ മാനേജർ പുള്ളിക്കാരിയെ കാണാൻ വന്നപ്പോഴേക്കും പുള്ളിക്കാരി കുറച്ച് അസോർട്ടഡ് ഡാനിഷ് പേസ്ട്രീസ് കൊണ്ടുവന്നു. അപ്പം പുള്ളിക്കാരി ഒത്തിരി മധുരം കഴിക്കാറില്ല, പക്ഷേ പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ മീലിന് ഞാനത് കൊടുക്കും. അപ്പോൾ എൻ്റെ അടുക്കൽ പറഞ്ഞു, മരിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ ഫുള്ളൊന്നും കഴിക്കാൻ പോകുന്നില്ല. ഈ പേസ്ട്രി ഹൗസിലെ ഒരു പേസ്ട്രി ഞാൻ അന്ന് കഴിച്ചു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എൻ്റെ ലൈഫിൽ ഒത്തിരി നാൾക്ക് ശേഷം ഇത്രയും ടേസ്റ്റുള്ളൊരു സാധനം കഴിച്ചത്. ഐ ലവ് ദിസ് സ്റ്റോർ. ആരെങ്കിലും കാനഡ ഉണ്ടെങ്കിൽ ഇവിടെ പോകണമെന്നേ പറയത്തുള്ളൂ. കാപ്പി മേടിക്കരുത്, മധുരമില്ല. അപ്പോൾ അതിക്ക് ഞാൻ കളയേണ്ടി വന്നു. അതെൻ്റെ പ്രിഫറൻസാണ്. എനിക്ക് മധുരം ഇല്ലാതെ കഴിക്കാൻ പറ്റത്തില്ല ഇച്ചിരിയെങ്കിലും.